ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 DNH പ്രാക്ടിക്കൽ പരീക്ഷ എഴുതിയ 29 വിദ്യാർത്ഥികളിൽ 25 പേരെയും ബോധപൂർവം തോൽപ്പിച്ചതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടു. തോറ്റ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിന് പരാതി നൽകി. ഈ സ്കൂളിലെ നിരവധി കോഴ്സുകളിൽ ഒന്നാണ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് ഹെൽപ്പർ എന്ന പേരിലുള്ള DNH കോഴ്സ്. ആദ്യഘട്ടങ്ങളിൽ വീടുകളിലെ ഇലക്ട്രിക്കൽ വയറിംഗ് സംവിധാനവും രണ്ടാം ഘട്ട കോഴ്സിൽ KSEB ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുമാണ് പ്രായോഗിക പഠന വിഷയം. പ്രസ്തുത പഠനത്തിന് വൈദ്യുതി വകുപ്പിലെ എഞ്ചിനീയർമാരാണ് സ്കൂളിലെ അധ്യാപകർക്ക് പുറമെ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത്. പരീക്ഷയുടെ മേൽനോട്ടം വഹിക്കുന്നത് കേരളത്തിന് പുറത്തുള്ള ഏജൻസിയാണ്. ഹൈദരാബാദ് സ്വദേശിയായ അനഖിൽ മിശ്രയാണ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഉദ്യോഗസ്ഥനായി ഇവിടെ എത്തിയത്. എല്ലാ സബ്ജക്റ്റുകളിലും ജയിച്ച വിദ്യാർത്ഥികൾ പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോറ്റതോടെ വീണ്ടും പരീക്ഷ എഴുതണമെന്നാണ് പറയുന്നത്. എന്നാൽ വിദ്യാർത്ഥികളുടെ ഒരു വർഷം നഷ്ടമാവുകയും ഉപരിപഠനത്തിന് പോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും എന്ന ആശങ്കയിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും. ബോധപൂർവം DNH പ്രാക്ടിക്കൽ പരീക്ഷയിൽ തോൽപ്പിച്ചതാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എല്ലാ സബ്ജക്റ്റുകളിലും വിജയിച്ചിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലിന് പരാതി നൽകിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. 25 ആളും നന്നായിട്ട് പരീക്ഷ ചെയ്ത ആൾക്കാരാണ്. അതേപോലെ കഴിഞ്ഞ കൊല്ലവും നമുക്ക് എല്ലാ എക്സ്പെരിമെൻറ്റും ചെയ്ത ആൾക്കാരാണ് നമ്മളെല്ലാവരും. പോർട്ട്ഫോളിയോ രണ്ട് കൊല്ലത്തെ റെക്കോർഡ് പോർട്ട്ഫോളിയോ എല്ലാം ഉള്ള കുട്ടികളാണ്. അതിലെല്ലാം ഇൻവിജിലേറ്റർ സൈനും കിട്ടിയതാണ്. എന്നിട്ടാണ് നമുക്ക് ഈ മാർക്ക് കിട്ടാണ്ടായിപ്പോയത്. ഇനി ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കണം. ജൂണിൽ പരീക്ഷ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴേ കൊടുക്കുന്നുണ്ട്. എന്നാലും ജൂണിലെ പരീക്ഷയ്ക്ക് റിസൾട്ട് വരിക വളരെ വൈകിട്ടാണെങ്കിൽ നമുക്ക് ഒരാൾക്കും ഹയർ സ്റ്റഡീസിൽ പോകാൻ പറ്റില്ല. ഒരു കൊല്ലം അങ്ങനെ പോകാൻ, അതെ, ഒരു കൊല്ലം നമ്മുടെ നഷ്ടമായി പോകും. ഇപ്പം നമ്മുടെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് ഹെഡ് മാസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്. അത് മേലോട്ടേക്ക് പ്രൊസീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. നമ്മൾ വൈവക്കെല്ലാം പറഞ്ഞ ആൻസർ കറക്റ്റാണെന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ട്. ചെയ്ത എക്സ്പെരിമെൻ്റ് എല്ലാം അയാൾ കറക്റ്റാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഒരേ ബാച്ചായിട്ടല്ല കയറിയെ, ഒരു 3-4 ആൾക്കാരാണ് കയറിയെ. ആ കയറിയ 4 ആൾക്കാർക്ക് ഉള്ള മാർക്ക് കറക്റ്റ് മാർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ടാലി ആക്കിയിട്ട് 16 ആണെങ്കിൽ 6 അങ്ങനെ വരുത്തി തീർത്തിട്ടുണ്ട്. നമ്മൾ 50-ൽ 25 മാർക്കാണ് പാസ്സാകാൻ വേണ്ടതെന്ന് കതിരൂർ VHSSലെ ഇൻസ്ട്രക്ടർ P. മുരളി പറഞ്ഞു. എവിടെയോ അപാകത സംഭവിച്ചതായി അദ്ദേഹവും പറഞ്ഞു. നമ്മുടെ അസസ്മെൻറ്റ് NSDC എന്ന് പറഞ്ഞാൽ സെക്ടർ സ്കിൽ കൗൺസിൽ നിയമിക്കുന്ന, അതായത് കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന അസസ്സറാണ് അസസ് ചെയ്യുന്നത്. അപ്പോൾ തീർത്തും നിരുത്തരവാദപരമായ ഒരു അസസ്മെൻ്റാണ് അന്ന് ഇവിടെ നടത്തിയത്. കാരണം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളും, അതായത് നന്നായിട്ട് പ്രാക്ടിക്കൽ ചെയ്ത വിദ്യാർത്ഥികളുടെ മാർക്ക് വരെ തോറ്റ രീതിയിലാണ് മാർക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ തീരെ ചെയ്യാത്തവരും ചെയ്തവരും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു മാർക്ക്, അതായത് തോൽവി 50 മാർക്കിൽ 25 മാർക്കാണ് നമ്മൾക്ക് പ്രാക്ടിക്കൽ പാസ്സാകാൻ വേണ്ടത്. അപ്പോൾ അതിൽ 24, 23 എന്ന രീതിയിലാണ് നമുക്ക് കുട്ടികൾക്ക് മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു അസസ്മെൻ്റ് രീതി പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ് എന്നാണ്. ഇതുവരെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നന്നായിട്ട് തന്നെയാണ് അസസ് ചെയ്തത്. ഈ വർഷം ഒരു മോശം റിസൾട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.